ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കോവയ്ക്ക ഫ്രൈയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അല്പം മൂപ്പുള്ളതുകൊണ്ട് അതേമാതിരി മൂപ്പ് കുറഞ്ഞതുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് കഴുകി കട്ട് ചെയ്ത് വരണം. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. 1 സ്പൂൺ മല്ലി, 6 വറ്റൽമുളക്, ഒരു 10 കുരുമുളക്, ഒരു 3 പട്ട, ചെറിയ കഷ്ണം, 3 ഗ്രാമ്പൂ. ഇതൊന്ന് നമുക്ക് ചെറു ചൂടോടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതേ ഒരു കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. പിന്നെ ഒരു അല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിതിൽ ഗരം മസാലയായി, എരിവിന് അല്പം മുളക്, മല്ലി എല്ലാം ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു മസാലയായിരിക്കും. ഇപ്പോൾ കോവയ്ക്ക ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതിയൊക്കെ ഒന്നുകൂടി നൈസായിട്ട് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 8 വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു വലിയ സവാള അതേമാതിരി സ്ക്വയർ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണ് കടുക് പൊട്ടി വരുന്ന സമയത്ത് വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 30 സെക്കൻഡ് ഇതൊന്ന് വഴറ്റിയാൽ മതി. അതിൻ്റെ ഇതളൊക്കെ ഒന്ന് ഇതേമാതിരി വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും നമ്മൾക്കിത് വെന്ത് കിട്ടില്ല. അപ്പോൾ കോവയ്ക്ക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊടി ഉപ്പ്. അതുകൂടി ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു രുചി ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അറിയാം ആ സവാളയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോവയ്ക്ക ഇതുവരെ വേവൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരല്പം ചൂടുവെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ അത് ശരിക്കൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. എന്നതിന് ശേഷം നമ്മളിത് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കണം. ഒരു 7 മിനിറ്റോളം നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം, ആ വെള്ളം വറ്റുവോളം. ഇപ്പോൾ 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി നമ്മളെ കോവയ്ക്കൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മളൊരു 6 വറ്റൽമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു 10 കുരുമുളക്. അപ്പോൾ ഈ എരിവ് അത്യാവശ്യം വേണം, എങ്കിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി 2 സ്പൂണുണ്ട്. അപ്പോൾ ഇതിൽ ഗരം മസാല എല്ലാം ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി നമ്മൾക്കിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റായി. എന്നതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ശരിക്കും ഇത് സെറ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് അല്പം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഈ സമയത്ത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു മസാലയായിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇനി അതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങയുടെ നീര്, അതായത് ഒരു 1.5 സ്പൂൺ ഉണ്ടാവും, ടീസ്പൂണ്, അതുകൂടി അതിലേക്ക് ചേർത്തപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റായി. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതൊരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് അതിന് കറക്റ്റായിട്ടുള്ള എണ്ണയെല്ലാം ഒന്ന് ശരിക്കും ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വന്ന് ശരിക്കും ആ വെള്ളമെല്ലാം വറ്റി കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പോരാത്ത ഒരല്പം പൊടിയിപ്പ് കൈ കൊണ്ട് അതിലേക്ക് വിതറി കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നിങ്ങൾ കോവയ്ക്ക കിട്ടുമ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. എത്ര മൂപ്പുള്ള കോവയ്ക്കായാലും നമ്മൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ കോവയ്ക്ക ഉണ്ട്, പിന്നെ ഒരല്പം തൈരും കൂടി ഉണ്ട്. അപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.